തരത്തിലുള്ള ഒരു ഭരണം ഉണ്ടാവട്ടെ എന്ന്. ഏതാ ആണോ? നമുക്ക് പിഷാരടി വിളിച്ചു ചോദിക്കാം. നല്ല വ്യക്തിത്വങ്ങൾ വിജയിക്കട്ടെ. വ്യക്തിത്വങ്ങൾ എന്ന് പറയുമ്പോൾ അത് നാടിന് വേണ്ടിയിട്ട്, നാടിനെ നന്മ ചെയ്യാനായിട്ടുള്ള കഴിവും പ്രാപ്തിയുമുള്ള അല്ലെങ്കിൽ ആഗ്രഹമുള്ള നല്ല മനസ്സുള്ള വ്യക്തിത്വങ്ങൾ വിജയിക്കട്ടെ. അത് കേരളത്തിലെ തുടർഭരണം ഉണ്ടാവും. നല്ല ഭരണം ഉണ്ടാവട്ടെ. ഭരണമാണെങ്കിലും തുടരാത്ത ഭരണമാണെങ്കിലും നല്ല ഭരണം ഉണ്ടാവട്ടെ എന്നാണ് എല്ലാ ജനങ്ങളെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. നീ ലെഫ്റ്റ് വരുമോ? ഏതാ ലെഫ്റ്റ് വരുമോ? ലെഫ്റ്റ് വരുമെന്ന്. ലെഫ്റ്റും റൈറ്റും സ്ട്രൈറ്റും എല്ലാം ആവട്ടെ. എന്താണെങ്കിലും സ്ട്രൈറ്റ് ആവട്ടെ എന്നുള്ളതാണ്. ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഘട്ടത്തിൽ അങ്ങയുടെ പേരടക്കം അതെ അതെ, ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നിട്ട് മന്ത്രിയും ഒക്കെ ആകുകയാണ്. അത് കഴിവുള്ള, തീർച്ചയായിട്ടും ഒത്തിരി കഴിവുള്ള നടന്മാരും അതെ നടനായിരിക്കും. സ്വാഭാവികം. അതെ, എനിക്കിപ്പോ ഉള്ളത് തന്നെ സിനിമ തന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സും ഉറക്കക്കുറവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനേക്കാൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോലിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഏറെക്കുറെ പണി തന്നെയാണ്. ഇത്തവണ എത്രത്തോളം നിർണായകമാണ്? ഇതാണ് ഏറ്റവും നിർണായകം. സിറ്റുവേഷൻ ഭയങ്കര പ്രശ്നമാണ് സ്റ്റേറ്റില്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു. പറഞ്ഞ് ബുദ്ധിപൂർവ്വം ചെയ്യുക എന്ന് പറയുന്നത് മാത്രമേ അത് സന്ദേശമായിട്ടുള്ളൂ. അല്ലാതെ ഇന്ന പാർട്ടിക്ക് വോട്ടിയെന്ന് ഞാൻ പറയില്ല. ഓരോരുത്തർക്കും തോന്നുന്ന പോലെ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഞാനൊരു കോമേഴ്സ് അധ്യാപകനായിട്ട് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ എൻ്റേതായിട്ടുള്ള ഒരു അസസ്മെന്റ്, ഞാൻ നിങ്ങളുടെ എല്ലാ ചാനലുകളുടെയും ചർച്ച ഞാൻ മുടങ്ങാതെ എല്ലാം കാണുന്നുണ്ട്. മിസ് ചെയ്താൽ പിറ്റേ ദിവസം രാവിലെയുള്ള റീടെലികാസ്റ്റെങ്കിലും ഭയങ്കരം തന്നെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഓരോ അസസ്മെന്റും സർവേയും ഒക്കെ ഉണ്ട്. എൻ്റേതായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഞാൻ പറയാണ്. അതായത് ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി രണ്ട് മുന്നണികൾ, ശക്തി തെളിയിക്കാൻ വേണ്ടി ഒരു മുന്നണി. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ പോകുന്നു. ബൈ ബൈ.